ഇന്ന് ലോകം വലിയൊരു ആശങ്കയിലാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുക്രൈനിൽ സമാധാന ചർച്ചകൾ നടക്കുമെന്ന പ്രതീക്ഷകൾ ഉയരുന്ന സമയത്താണ് കീവിനെ നടുക്കിയ ഈ ഒരു മാസീവ് റഷ്യൻ അറ്റാക്ക്. ഒരു രാത്രി മുഴുവൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. 40-ലേറെ പേർക്ക് പരിക്കേറ്റു. റെസിഡൻഷ്യൽ ബിൽഡിംഗുകൾ, സ്കൂളുകൾ, കുട്ടികളുടെ ആശുപത്രി, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ പല സ്ഥലങ്ങളും തകർന്നു. പക്ഷേ ഈ അറ്റാക്കിനെ വെറും ഒരു മിസൈൽ സ്ട്രൈക്കായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഈ റഷ്യൻ അറ്റാക്കിന്റെ ആഘാതം റൊമേനിയൻ എയർ സ്പേസിലേക്കും മോൾഡോവൻ ടെറിട്ടറിയിലേക്കും ഒക്കെ എത്തിയിരുന്നു. റൊമേനിയ നേറ്റോ മെമ്പറാണ്. പോളണ്ട് പോലും എയർ ഡിഫൻസ് മെഷേഴ്സ് ആക്ടിവേറ്റ് ചെയ്തു. അതേസമയം യുക്രൈൻ പറയുന്നത് പേട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആവശ്യത്തിന് ലഭിച്ചിരുന്നെങ്കിൽ ഇത്രയും ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, റഷ്യ യുക്രൈനെ മാത്രം അറ്റാക്ക് ചെയ്യുകയാണോ അതോ നേറ്റോയുടെ കിഴക്കൻ അതിർത്തികളുടെ പരിധികൾ പരിശോധിക്കുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നിരന്തരമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 17 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത്. എയർ ഡിഫൻസ് സിസ്റ്റംസ് പലയിടത്തും പരാജയപ്പെട്ടത് യുക്രൈന് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇത് അവരുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിമിതികളെയാണ് കാണിക്കുന്നത്. ഏറ്റവും ഗൗരവകരമായ കാര്യം, ഈ ആക്രമണങ്ങൾ യുക്രൈനിന്റെ അതിർത്തി കടന്ന് അയൽ രാജ്യങ്ങളായ റൊമേനിയയിലേക്കും മോൾഡോവയിലേക്കും വ്യാപിക്കുന്നു എന്നതാണ്. റൊമേനിയയുടെ തീരപ്രദേശങ്ങളിൽ റഷ്യൻ ഡ്രോണുകൾ എത്തിയതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് നേറ്റോ രാജ്യങ്ങളെയും വലിയൊരു ഭീഷണിയിലാക്കുന്നുണ്ട്. ഇനി മോൾഡോവ നേറ്റോ മെമ്പർ അല്ല, പക്ഷെ അത് യുക്രൈനിന്റെ വെസ്റ്റേൺ ബോർഡറിന് അടുത്താണ്. അതായത് റഷ്യയുടെ ലോങ് റേഞ്ച് സ്ട്രൈക്ക് ക്യാമ്പയിൻ യുക്രൈന്റെ അയൽപക്കങ്ങൾക്കും വലിയ റിസ്ക് തന്നെയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് വൻ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് യുക്രൈന്റെ മനോവീര്യം തകർക്കാനുള്ള ഒരു തന്ത്രമാണ്. വെറും സൈനിക ലക്ഷ്യങ്ങളല്ല, മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും സാധാരണക്കാരുടെ ജീവിതവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ലഭിക്കുന്ന പിന്തുണയിൽ അസ്വസ്ഥരായ പുടിൻ ഭരണകൂടം കൂടുതൽ കടുപ്പമേറിയ ആക്രമണങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇനി ഒരു ചോദ്യം ഉയരാം, എന്തുകൊണ്ട് ഈ ഒരു ആക്രമണം ഇത്ര പെട്ടെന്ന് വർദ്ധിച്ചു എന്നുള്ളത്. യുദ്ധം നീണ്ടുപോകുമ്പോൾ റഷ്യയ്ക്ക് ആഭ്യന്തരമായി സമ്മർദ്ദമുണ്ട്. കൂടാതെ യുക്രൈന്റെ ആയുധ സംഭരണികൾ പലതും ഇതിനകം തകർക്കപ്പെട്ടു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ റഷ്യ തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കാൻ ഇത്തരം മാസീവ് സ്ട്രൈക്കുകൾ തുടരാനാണ് സാധ്യത. കീവിനെ റഷ്യ അറ്റാക്ക് ചെയ്ത അതേ സമയത്ത് യുക്രൈനും റഷ്യയുടെ ടെറിട്ടറിയിലേക്ക് ഡ്രോൺസ് അയക്കുന്നുണ്ട്. ടാറ്റാർസ്റ്റാൻ, ക്രാസ്നോഡാർ തുടങ്ങിയ റഷ്യൻ റീജിയൻസിൽ ഓയിൽ, എനർജി ഫെസിലിറ്റീസ്, അതുപോലെ ഫയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈന്റെ സ്ട്രാറ്റജി ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. റഷ്യയുടെ വാർ മെഷീന്റെ ഫ്യൂവൽ സപ്ലൈനെ ടാർഗറ്റ് ചെയ്യുക. ഓയിൽ റിഫൈനറീസ്, ഫ്യൂവൽ ഡിപ്പോ, മിലിറ്ററി ലോജിസ്റ്റിക്സ്, പോർട്ടുകൾ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഇവയാണ് യുക്രൈനിയൻ ലോങ് റേഞ്ച് ഡ്രോൺ ക്യാമ്പയിനിന്റെ പ്രധാന ടാർഗറ്റുകൾ. അതായത് മോസ്കോ കീവിനെ മിസൈൽ കൊണ്ട് പ്രഷർ ചെയ്യുമ്പോൾ കീവ് മോസ്കോയുടെ എക്കണോമിക് അതുപോലെ തന്നെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ ഡ്രോൺ കൊണ്ട് പ്രഷർ ചെയ്യുന്നു. കീവിൽ പതിക്കുന്ന ഓരോ മിസൈലും യുക്രൈന്റെ മാത്രം പ്രശ്നമായി ഇനി കാണാൻ കഴിയില്ല. കാരണം അതിന്റെ ആഘാതം റൊമേനിയയിലേക്കും മോൾഡോവയിലേക്കും ബ്ലാക്ക് സീയിലേക്കും എത്തുകയാണ്. പേട്രിയോട്ട് മിസൈലുകൾ കുറയുന്നുണ്ട്. റഷ്യയുടെ മിസൈൽ പ്രൊഡക്ഷൻ തുടരുന്നു. യുക്രൈന്റെ ഡ്രോൺ റിറ്റാലിയേഷൻ ശക്തമാകുന്നു. നേറ്റോ രാജ്യങ്ങൾ അലേർട്ട് ഉയർത്തുന്നു. സമാധാന ചർച്ചകൾ നടക്കുന്നു. പക്ഷേ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ഇതൊക്കെ കൊണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ വെറുതെ റഷ്യ വേഴ്സസ് യുക്രൈൻ വാർ എന്നതിലപ്പുറം മാറുകയാണ്. ഇത് യൂറോപ്പിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അപകടകരമായ സ്റ്റേജ് ആയിട്ട് മാറുന്നു. ഈ യുദ്ധം എങ്ങോട്ട് പോകും? അയൽ രാജ്യങ്ങളിലേക്ക് പടരുന്ന ആക്രമണം വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണ്. ഏതായാലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.